എല്ലാവർക്കും MCO01ന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക്ക് ക്രൈറ്റീരിയ ഫോർ വർക്കബിൾ ഹൈപ്പോത്തിസിസ്. ഒരു ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്താണ് റിസർച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. റിസർച്ച് സ്റ്റഡീനെ കൺട്രോൾ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും ഹൈപ്പോത്തിസിസ് ആണ്. ഒരു പ്രോബ്ലം ഫിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വെച്ചുകൊണ്ട് റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഒരു റിസർച്ചിൽ ഒന്നിലധികം ഹൈപ്പോത്തിസിസ് ഉണ്ടാകും. അത് എല്ലാം ഈക്വലി ഒരേപോലെ ശരിയാണെന്നില്ല. അപ്പോൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ജഡ്ജ് ചെയ്യുകയാണ് നമ്മൾ റിസർച്ചിലൂടെ ചെയ്യുന്നത്. എഗ്രിമെന്റ് വിത്ത് ഫാക്ട്സ് ഈസ് ദ സോൾ ആൻഡ് സഫിഷ്യന്റ് ടെസ്റ്റ് ഓഫ് എ ട്രൂ ഹൈപ്പോത്തിസിസ്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഫാക്ട്സ് വെച്ചുകൊണ്ട് ഡേറ്റ വെച്ചുകൊണ്ടാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ല ഹൈപ്പോത്തിസിസിനെ ജഡ്ജ് ചെയ്യുന്നതിൽ നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഏതൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തിസിസ് ഗുഡ് ആണ് എന്ന് പറയുന്നത്, മറ്റ് ബാഡ് വൺസിൽ നിന്നും എങ്ങനെയാണ് ഒരു ഗുഡ് ഹൈപ്പോത്തിസിസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കണ്ടീഷൻ ഫോർ എ വർക്കബിൾ ഹൈപ്പോത്തിസിസ്, എങ്ങനെയാണ് ഒരു ഹൈപ്പോത്തിസിസ് ഗുഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ വാലിഡ് ചെയ്യുന്നത്, അതിനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നുണ്ട്, എ ഹൈപ്പോത്തിസിസ് ഷുഡ് ബി എംപിരിക്കലി വെരിഫയബിൾ. The most important condition for a valid hypothesis is that it should be empirically verifiable. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അത് എംപിരിക്കലി വെരിഫയബിൾ ആകണം. അത് നമ്മൾ വെറുതെ എടുത്താൽ പോരാ, വെറുതെ ഒരു ടെൻറ്റേറ്റീവ് സൊല്യൂഷനിലോട്ട് പോയാൽ പോരാ, അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. എന്തുകൊണ്ട് നമ്മൾ ഈ ഹൈപ്പോത്തിസിസിലോട്ട് എത്തി എന്ന് വെരിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഫാക്ട്സ് ഓഫ് എക്സ്പീരിയൻസ് ഡയറക്റ്റോ ഇൻഡയറക്ട്ലി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു നല്ല ഹൈപ്പോത്തിസിസ് ആണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. A hypothesis is true if it conforms to the facts and it is false when it does not. അപ്പോൾ നിലവിലുള്ള ഫാക്ട്സ് വെച്ചുകൊണ്ട് അത് കൺഫേം ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് ട്രൂ ആയിട്ട് മാറുന്നത്, അതല്ലെങ്കിൽ അത് ഫാൾസ് ആയിട്ട് മാറുന്നതാണ്. എംപിരിക്കൽ വെരിഫിക്കേഷൻ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സയന്റിഫിക് മെത്തേഡ്. സയന്റിഫിക് മെത്തേഡിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് എംപിരിക്കൽ വെരിഫിക്കേഷൻ. ഹൈപ്പോത്തിസിസ് എംപിരിക്കലി വെരിഫയബിൾ ആകണം, അതിന് നമുക്ക് വെരിഫയബിലിറ്റി ഉണ്ടാകണം. അത് നിലവിലുള്ള ഫാക്ട്സ് വെച്ചുകൊണ്ട് ആണ് അത് ട്രൂ ആണ് അല്ലെങ്കിൽ ഫാൾസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത് പറയുന്നുണ്ട്, എ ഹൈപ്പോത്തിസിസ് ഷുഡ് ബി റെലവന്റ്. ദ പർപ്പസ് ഓഫ് ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തിസിസ് ഈസ് ഓൾവേസ് ടു എക്സ്പ്ലെയിൻ സം ഫാക്ട്സ്. ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് ആൻ ആൻസർ ടു ദ പ്രോബ്ലം വിച്ച് ഇനിഷ്യേറ്റഡ് ദ എൻക്വയറി. A hypothesis is called relevant if it explains the facts of enquiry. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഹൈപ്പോത്തിസിസ് റെലവന്റ് ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഫാക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള എൻക്വയറിക്ക് മുന്നിലുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ എൻക്വയറിയുടെ ഫാക്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാകണം ഹൈപ്പോത്തിസിസ്, എങ്കിൽ മാത്രമേ അത് റെലവന്റ് ആകത്തുള്ളൂ. നമ്മുടെ എൻക്വയറി എന്താണോ, റിസർച്ച് എന്താണോ, അതിലെ പല ഫാക്ട്സിന് എക്സ്പ്ലനേഷൻ തരുന്നതാകണം ഹൈപ്പോത്തിസിസ്, എങ്കിൽ മാത്രമേ ഹൈപ്പോത്തിസിസ് റെലവന്റ് ആണെന്ന് പറയത്തുള്ളൂ. ഹൈപ്പോത്തിസിസ് റെലവന്റ് ആണെങ്കിൽ മാത്രമേ അതിനെ ഗുഡ് ഹൈപ്പോത്തിസിസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മൂന്നാമത് പറയുന്നുണ്ട്, എ ഹൈപ്പോത്തിസിസ് മസ്റ്റ് ഹാവ് പ്രെഡിക്റ്റീവ് ആൻഡ് എക്സ്പ്ലനേറ്ററി പവർ. ഒരു ഹൈപ്പോത്തിസിന്, ഗുഡ് ഹൈപ്പോത്തിസിന് എക്സ്പ്ലനേറ്ററി പവർ ഉണ്ടായിരിക്കണം. അത് നിലവിലുള്ള ഫാക്ട്സിനേക്കാളും, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫാക്ട്സിനേക്കാളും ഓവർ ആൻഡ് എബോവ് ചെയ്യാനുള്ള പവർ ഹൈപ്പോത്തിസിന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. വി മസ്റ്റ് ഏബിൾ ടു deduce a wide range of observable facts which can be deducted from a hypothesis. അപ്പോൾ ഹൈപ്പോത്തിസിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഫാക്ട്സ്, അത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫാക്ട്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കണം. അപ്പോൾ വൈഡ് റേഞ്ച് ഉണ്ടെങ്കിൽ ദ ഗ്രേറ്റർ ഈസ് ദ എക്സ്പ്ലനേറ്ററി പവർ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലോട്ട് ഹൈപ്പോത്തിസിനെ വെച്ചുകൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഹൈപ്പോത്തിസിസ് എക്സ്പ്ലനേറ്ററി പവർ ഉണ്ട് എന്നുള്ള കാര്യം പറയാൻ സാധിക്കും. അപ്പോൾ മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് നല്ല ഹൈപ്പോത്തിസിന്, എ ഹൈപ്പോത്തിസിസ് മസ്റ്റ് ഹാവ് പ്രെഡിക്റ്റീവ് ആൻഡ് എക്സ്പ്ലനേറ്ററി പവർ. നാലാമത് പറയുന്നുണ്ട്, എ ഹൈപ്പോത്തിസിസ് മസ്റ്റ് ഫർണിഷ് എ ബേസ് ഫോർ ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഓൺ കോൺസിക്വൻസസ്. In the process of investigation, we always pass from the known to the unknown. It is impossible to be infer anything from the absolutely unknown. റിസർച്ചിൽ നമ്മൾ അൺനോണിൽ നിന്നും നോണിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അൺനോണിൽ നിന്നും ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഒരിക്കലും നമുക്ക് എന്തെങ്കിലും നോണിലോട്ട് എത്തിച്ചേരാൻ സാധിക്കത്തില്ല.
We can only infer what would happen under the supposed condition by applying the knowledge of nature we possess. അപ്പൊ നമ്മുടെ നിലവിലുള്ള നോളജ് എന്താണോ അതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ അൺനോണിലോട്ട് പോകുന്നത്. ഹെൻസ് അവർ ഹൈപ്പോത്തിസിസ് മസ്റ്റ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് അവർ പ്രീവിയസ് നോളജ്. അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും നിലവിലുള്ള നോളജിനെ വെച്ചുകൊണ്ടായിരിക്കണം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ഹൈപ്പോത്തിസിസ് ഗുഡ് ഹൈപ്പോത്തിസിസ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഹൈപ്പോത്തിസിസ് മസ്റ്റ് ഫർണിഷ് എ ബേസ് ഫോർ ദ ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഓൺ ദ കോൺസിക്വൻസസ്. അപ്പൊ നിലവിലുള്ള നോളജ് വെച്ചുകൊണ്ടായിരിക്കണം ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. കോൺസിക്വൻസിനെ വരാൻ പോകുന്ന കോൺസിക്വൻസിനെ കുറിച്ചുള്ള ഒരു ഡിഡക്റ്റീവ് ഇൻഫറൻസ് അത് ഹൈപ്പോത്തിസിസിലൂടെ ലഭിക്കേണ്ടതാണ്. അഞ്ചാമത് പറയുന്നുണ്ട്, എ ഹൈപ്പോത്തിസിസ് ഡസ് നോട്ട് ഗോ എഗൈൻസ്റ്റ് ദ ട്രഡീഷണലി എസ്റ്റാബ്ലിഷ്ഡ് നോളജ്. ആസ് ഫാർ ആസ് പോസിബിൾ എ ന്യൂ ഹൈപ്പോത്തിസിസ് ഷുഡ് not go against any previously established law or knowledge. The new hypothesis is expected to be consistent with the established knowledge. പരമാവധി നിലവിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്ന ഹൈപ്പോത്തിസിസ് നിലവിലുള്ള ലോയ്ക്കോ നോളജിനോ അറിവിനോ എതിരെ ആകാൻ പാടില്ല. അതിന് എഗനിസ്റ്റ് ആയിട്ട് ഹൈപ്പോത്തിസിസ് വരാൻ പാടില്ല. പരമാവധി നിലവിലുള്ള നോളജിനോട് കൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കണം ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഹൈപ്പോത്തിസിസ് ഒരിക്കലും നിലവിലുള്ള നോളജിന് എഗനിസ്റ്റ് ഫോം ചെയ്യാൻ പാടില്ല. നിലവിലുള്ള നോളജിനോട് കൺസിസ്റ്റന്റ് ആയിട്ടാകണം ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് അഞ്ചാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ആറാമത്തെ ക്രൈറ്റീരിയ പറയുന്നുണ്ട്, എ ഹൈപ്പോത്തിസിസ് ഷുഡ് ബി സിമ്പിൾ. എ സിമ്പിൾ ഹൈപ്പോത്തിസിസ് പ്രിഫറബിൾ ടു എ കോംപ്ലക്സ് വൺ. അപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ളതിനേക്കാളും സിമ്പിൾ ഹൈപ്പോത്തിസിസ് ആണ് നമുക്ക് പ്രിഫർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഒന്നിലധികം ഹൈപ്പോത്തിസിസ് ഉണ്ടാവും ഒരു ഫാക്ട് ഈക്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നമ്മൾ ഫാക്ട്സ് വെച്ചുകൊണ്ട് ഒബ്സർവബിൾ ഫാക്ട്സ് വെച്ചുകൊണ്ട് വെരിഫൈ ചെയ്യണം. അപ്പൊ രണ്ടിനും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തിസിനൊക്കെ പ്രെഡിക്റ്റീവ് പവർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സിമ്പിൾ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആകണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇൻ സച്ച് കേസസ് സിംപ്ലർ വൺ ഈസ് ടു ബി അക്സെപ്റ്റഡ് ഇൻ പ്രിഫറൻസ് ടു ദ കോംപ്ലക്സ് വൺ. അപ്പൊ ഒന്നിലധികം ഹൈപ്പോത്തിസിസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ സിമ്പിൾ വൺ ആയിരിക്കണം റിസർച്ചിന്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. സെവൻത് വൺ, എ ഹൈപ്പോത്തിസിസ് മസ്റ്റ് ബി ക്ലിയർ, ഡെഫിനിറ്റ് ആൻഡ് സർട്ടൻ. ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ദ ഹൈപ്പോത്തിസിസ് മസ്റ്റ് ബി സിമ്പിൾ ആൻഡ് സ്പെസിഫിക് ടു ദ പോയിന്റ്. It must be clearly defined in a manner commonly accepted. It should not be vague or ambiguous. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അത് ക്ലിയർ ആയിരിക്കണം. നമ്മുടെ പോയിന്റ് എന്താണോ, റിസർച്ചിലെ ടോപ്പിക് എന്താണോ അതിനോട് സ്പെസിഫിക് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, അത് ഡിഫൈൻഡ് ആയിരിക്കണം. എന്താണോ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, റിസൾട്ടിലോട്ട് എത്തുന്നത്, അത് ക്ലിയർ ആയിട്ട് അത് ഡിഫൈൻ ചെയ്തിരിക്കണം. അത് യാതൊരുവിധ അവ്യക്തതയും ഹൈപ്പോത്തിസിസിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏഴാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പോൾ ക്ലിയറും ഡെഫിനിറ്റും സർട്ടനും ആണെങ്കിൽ മാത്രമേ ഒരു ഹൈപ്പോത്തിസിനെ നമുക്ക് ഗുഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. എട്ടാമത്തെ പോയിന്റ് ആണ്, എ ഹൈപ്പോത്തിസിസ് ഷുഡ് ബി റിലേറ്റഡ് ടു ദ അവൈലബിൾ ടെക്നിക്സ്. If tools and techniques are not available, we cannot test the hypothesis. അപ്പൊ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നിലവിലുള്ള ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈപ്പോത്തിസിസ് ആയിരിക്കണം. അപ്പൊ ടൂൾസ് ആൻഡ് ടെക്നിക്സ് വെച്ചുകൊണ്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ഹൈപ്പോത്തിസിസ് കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. Therefore, the hypothesis should be formulated only after due thought is given to the methods and techniques that can be used to measure the concepts and variables റിലേറ്റഡ് ടു ദ ഹൈപ്പോത്തിസിസ്. അതുകൊണ്ട് തന്നെ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ആ ഹൈപ്പോത്തിസിസിനെ നിലവിലുള്ള മെത്തേഡ്സും ടെക്നിക്സും വെച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ ഹൈപ്പോത്തിസിസ് ഫിക്സ് ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ അത് നല്ല ഹൈപ്പോത്തിസിസ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. എട്ടാമത്തെ പോയിന്റ് പറയുന്നത്, എ ഹൈപ്പോത്തിസിസ് ഷുഡ് ബി റിലവന്റ് ടു ദ അവൈലബിൾ ടെക്നിക്ക്. നിലവിലുള്ള ടെക്നിക്കിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഹൈപ്പോത്തിസിസ് ആകണം ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ 8 ക്രൈറ്റീരിയ ആണ് ഗുഡ് ഹൈപ്പോത്തിസിസ് ആണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പറയുന്നത്. ഒന്ന്, ഹൈപ്പോത്തിസിസ് ഷുഡ് ബി എംപിരിക്കലി വെരിഫയബിൾ. നിലവിലുള്ള ഡേറ്റ വെച്ചുകൊണ്ട് വെരിഫയബിൾ ആകണം ഹൈപ്പോത്തിസിസ് എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, എ ഹൈപ്പോത്തിസിസ് ഷുഡ് ബി റെലവന്റ്. റിസർച്ചുമായി ബന്ധപ്പെട്ടതായിരിക്കണം, അതിലെ ഫാക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കണം ഹൈപ്പോത്തിസിസ്. മൂന്നാമത്, എ ഹൈപ്പോത്തിസിസ് മസ്റ്റ് ഹാവ് പ്രഡിക്റ്റീവ് ആൻഡ് എക്സ്പ്ലനേറ്ററി പവർ. നിലവിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ
നിലവിലുള്ള ഫാക്ട്സ്, ഒബ്സർവബിൾ ഫാക്ട്സ് നിന്നും പുതിയ കാര്യങ്ങളോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാകണം ഹൈപ്പോസിസ് എന്നുള്ളതാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. നാലാമത്, ഹൈപ്പോസിസ് മസ്റ്റ് ഫർണിഷ് എ ബേസ് ഫോർ ഡിഡക്റ്റിംഗ് ഇൻഫറൻസ് ഓൺ ദ കോൺസിക്വൻസസ്. ഹൈപ്പോസിസ് എന്ന് പറയുന്നത് നിലവിലുള്ള നോളജിനെ വെച്ചുകൊണ്ടാകണം, അതിനെ മുൻനിർത്തിക്കൊണ്ടാകണം ഹൈപ്പോസിസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അഞ്ചാമത്, ഹൈപ്പോസിസ് ഡസ് നോട്ട് ഗോ എഗനിസ്റ്റ് ദ ട്രഡീഷണലി എസ്റ്റാബ്ലിഷ്ഡ് നോളജ്. നിലവിലുള്ള നോളജിന് എഗനിസ്റ്റ് ആകരുത് ഹൈപ്പോസിസ്. നിലവിലുള്ള നോളജിനോട് മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ അതിനെ ചേർത്ത് നിർത്തുന്നതായിരിക്കണം ഹൈപ്പോസിസ് എന്ന് പറയുന്നത്. ആറാമത്, ഹൈപ്പോസിസ് മാക്സിമം സിമ്പിൾ ആയിരിക്കണം. 2 ഹൈപ്പോസിസ് ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹൈപ്പോസിസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഏഴാമത്, ഹൈപ്പോസിസ് ക്ലിയറും ഡെഫിനിറ്റും സർട്ടനും ആയിരിക്കണം. എട്ടാമത് പറയുന്നുണ്ട്, ഹൈപ്പോസിസ് ഷുഡ് ബി റിലേറ്റഡ് ടു ദ അവൈലബിൾ ടെക്നിക്സ്. നിലവിലുള്ള ടെക്നിക്സ് വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഹൈപ്പോസിസ് എന്ന് പറയുന്നത്. 8 പോയിന്റ് ആണ് ക്രൈറ്റീരിയ ഫോർ വർക്കിംഗ് ഹൈപ്പോസിസിൽ പറഞ്ഞിരിക്കുന്നത്.